ഉപരാഷ്ട്രപതി അധികാരമേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. പ്രതീക്ഷിച്ച പോലെ NDA പ്രതിനിധി ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. BJPക്ക് ആശ്വസിക്കാം, തങ്ങളുടെ പ്രതിനിധി തന്നെ ഉപരാഷ്ട്രപതിയായി എത്തിക്കഴിഞ്ഞു. എന്നാൽ പുതിയ ഉപരാഷ്ട്രപതി രാജ്യത്തെ നയിക്കാൻ എത്തുമ്പോൾ ജഗദീപ് ധൻകർ എന്ന മുൻ ഉപരാഷ്ട്രപതി ഇന്നും അജ്ഞാത കേന്ദ്രത്തിൽ തുടരുകയാണ്. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ജഗദീപ് ധൻകറിന്റെ രാജി. ആരോഗ്യപരമായ കാരണങ്ങളാണ് ധൻകർ രാജിക്ക് കാരണമായി പറഞ്ഞതെങ്കിലും രാഷ്ട്രീയവും മോദിയുടെ സ്വേച്ഛാപരവുമായ മറ്റ് വിഷയങ്ങളും അതിലടങ്ങിയിട്ടുണ്ടെന്ന പ്രചരണം ഇതുവരെ നിഷേധിക്കപ്പെട്ടിട്ടില്ല. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നടത്തിയ പ്രസ്താവന സംശയങ്ങൾ ബലപ്പെടുത്തുകയാണ്. ധൻകറിനെ വീട്ടുതടങ്കലിലാക്കിയെന്ന പ്രചരണത്തിനുള്ള മറുപടിയായി ധൻകർ രാജിവെച്ചത് ആരോഗ്യപരമായ കാരണങ്ങളാണെന്നും അത് സംബന്ധിച്ച് ബഹളങ്ങൾ ആവശ്യമില്ലെന്നുമായിരുന്നു അമിത് ഷാ പറഞ്ഞത്. ജൂലൈ 21-നാണ് സജീവമായി നിൽക്കെ അപ്രതീക്ഷിതമായി ധൻകർ രാജി പ്രഖ്യാപിച്ചത്. അമിത് ഷാ പറയുന്നതനുസരിച്ച് ആരോഗ്യപരമായ കാരണങ്ങളാൽ ആണെങ്കിൽ തന്നെ അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും ലഭ്യമല്ലെന്നതും വസ്തുതയാണ്. ഉപരാഷ്ട്രപതി പോലെ ഉന്നത പദവിയിലിരുന്ന ഒരാളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിയാൻ സമൂഹത്തിന് അവകാശമുണ്ട്. അത് അറിയിക്കുവാൻ സർക്കാരിനും ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഊഹാപോഹങ്ങൾ നിലനിൽക്കുകയാണ്. ഇവിടെയാണ് ധൻകർ സുരക്ഷിതനായി കഴിയുന്നു എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അമിത് ഷായിൽ നിന്നുണ്ടായത്. ഇത് JDU, TDP പാർട്ടികളെ അസ്വസ്ഥമാക്കുന്നുണ്ട്. രാജി ഞെട്ടിപ്പിക്കുന്നതാണെന്ന് അന്ന് കോൺഗ്രസ് പറഞ്ഞത്. രാജിക്ക് പിന്നിൽ കണ്ണിൽ കാണുന്നതിനും അപ്പുറം എന്തോ ഉണ്ടെന്ന് ജയറാം രമേശ് പറഞ്ഞു. വൈകുന്നേരം ഏകദേശം 5 മണി വരെ അദ്ദേഹത്തോടൊപ്പം താനും മറ്റു നിരവധി MPമാരും ഉണ്ടായിരുന്നെന്ന് ജയറാം രമേശ് പറഞ്ഞു. വൈകുന്നേരം 7:30 ഫോണിൽ അദ്ദേഹവുമായി താൻ സംസാരിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. സംശയമില്ല, ജഗദീപ് ധൻഖറിന് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത രാജിയിൽ കണ്ണിൽ കാണുന്നതിനും അപ്പുറം എന്തോ ഉണ്ട് എന്നും കോൺഗ്രസ് സംശയിക്കുന്നുണ്ട്. സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ കാണുന്ന വ്യക്തിയായിരുന്നു ജഗദീപ്. ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ചില പ്രധാന പ്രഖ്യാപനങ്ങളും ധൻകർ നടത്താനിരിക്കുകയായിരുന്നു എന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. ജഗദീപ് ധൻഖറിന്റെ രാജിയിൽ BJPയുടെ ഇടപെടൽ NDAയിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉപരാഷ്ട്രപതി പോലൊരു സ്ഥാനത്തേക്ക് BJPയുടെ അടിയുറച്ച രാഷ്ട്രീയ വിധേയത്വം മാത്രം കൈമുതലായുള്ള ഒരാൾ എന്ന നിലയിലാണ് CP രാധാകൃഷ്ണനെ BJP നിർദ്ദേശിച്ചത്. ഇതും ജഗദീപ് ധൻഖറിന്റെ അജ്ഞാതവാസവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാനുള്ള നീക്കമാണ് മാധ്യമങ്ങൾ നടത്തുന്നത്.